161 ഒപ്പിടലില്ല. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ അതേ കാര്യം കോടതി അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രതിയെ സംബന്ധിച്ച് പിന്നെ അതിന് മാറ്റി പറയാൻ കഴിയില്ല. മാറ്റി പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ അത് ചെയ്യുന്ന കസ്റ്റംസാണ്, അത് ചെയ്യേണ്ടത് കസ്റ്റംസാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന 168-70 കേസും വിട്ടുപോകുമെന്നാണ് പറയുന്നത്. പലതും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ഒരൊറ്റ കേസും നിൽക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാനൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ? എന്തുദ്ദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിന്ന് പറയിപ്പിച്ചതാ. എന്താണ് റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവരെഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, ADGP അജിത് കുമാർ എഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്. ഈ 170 ആളെ കേസെടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരെ ആരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം മരമുറി കേസ് നടക്കണല്ലേ, അന്വേഷണം നടക്കുക, വിജിലൻസിന് കൊടുത്തു. ഞാൻ 2 ദിവസമായിട്ടാണ് അതൊന്ന് അന്വേഷിക്കാൻ പറ്റിയത്. വിജിലൻസിൻ്റെ അന്വേഷണം സത്യസന്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മരം ലേലത്തിന് മുറിച്ച് എടുത്തു കൊണ്ടുപോയ ആളുകൾ ഈ മരത്തിൻ്റെ കുറ്റി പോയി കണ്ടെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ഏത് മരം മുറിച്ചത്, അന്ന് ഞങ്ങൾ ലേലത്തിന് എടുത്ത് പോയതാണ്. അപ്പോൾ ഫോട്ടോ കാണിച്ചെടുത്ത് മരത്തിൻ്റെ കുറ്റി എടുത്ത വ്യക്തി പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവില്ല, അവിടെ മരത്തിൻ്റെ കുറ്റി അവിടെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചിരുന്നാൽ ഞാൻ മുറിച്ച മരം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആ മരം ലേലത്തിനെടുത്ത ആ വ്യക്തിയെ സൈറ്റിൽ കൊണ്ടുപോയി അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ അരമണിക്കൂർ മുമ്പ് വരെ തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ മരമുറി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പോലീസിന് ഇത് പിടിക്കാനുള്ള അധികാരം, എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട്. റോഡ് സൈഡിൽ എന്ത് കണ്ടാലും എവിടെയും പിടിക്കാം. മണ്ണ് പിടിക്കണില്ലേ? പോലീസിന് അധികാരം എന്താ? മണ്ണ് പിടിച്ചാൽ നേരെ ജിയോളജിക്ക് കൈമാറണം. അത് ജിയോളജിയാണ്. പിടിക്കാനുള്ള അധികാരമുണ്ട്. പിടിച്ചാൽ ആ പ്രതിയെയും തൊണ്ടി മുതൽ ഉൾപ്പെടെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി ജിയോളജി അതിന് ഫൈൻ അടിച്ച് റിലീസ് ചെയ്യുക, കോൺഫിസ്കേറ്റ് ചെയ്യുക ചെയ്യും. അല്ല തോമസ് കുട്ടി, അങ്ങനെ ആണോ? അപ്പോൾ അത് പോലീസിൻ്റെ പണിയാണോ? പോലീസിന് പിടിച്ചു കൊടുക്കാം. ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ച് പോവാ കള്ളന്മാർ. പാതിരാത്രിയിലെ പോലീസ് പട്രോളിൽ ഒരു ലോറി മരം കണ്ടു, പോലീസിന് സംശയം തോന്നി തടഞ്ഞു നിർത്തി. നോക്കുമ്പോൾ ഫോറസ്റ്റിന് മുറിച്ചുപോയ മരമാണെന്ന് ബോധ്യപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? ഉടനെ എന്ത് ചെയ്യണം? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫോം ചെയ്യണം. ഇവിടുന്ന് റേഞ്ചർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ വരണം, വണ്ടി കണ്ടെടുക്കൂ. പോലീസിൻ്റെ ആ GD എൻട്രി കഴിഞ്ഞാൽ ഓൾ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം ഏത് ഡ്രഗ്സ് നമ്മൾ കഴിക്കുന്ന മരുന്ന്, പല ജാതി ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പോലീസ് ചിലപ്പോൾ പിടിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഉമകത്ത് കിട്ടും, ഇന്ന സ്റ്റോറിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. പോലീസിന് പോകാം, ഈ സാധനം കസ്റ്റഡിയിൽ എടുക്കാം. എന്താ ചെയ്യുക? എടുത്താൽ നേരെ ജില്ലാ ഡ്രഗ്സ് കൺട്രോളിന് കൈമാറും. അതാണ് നിയമം അനുശാസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും സ്വർണം കണ്ടെടുത്തപ്പോൾ അത് കട്ടുരുക്കി കൊണ്ടുവരാമെന്ന് പോലീസിന് വിചാരിച്ചാൽ ആ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അത് ഈ ഗണത്തിൽ ഉൾപ്പെടുത്താം. ഇത് എയർപോർട്ടിൻ്റെ മുറ്റത്ത് ഈ വരുന്ന പാസഞ്ചറെ പോക്കറ്റിൽ ഈ പറയുന്ന പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടുന്ന് വരികയെന്നറിയും. എവിടുന്നും കളം നടത്തി വരില്ല. ഇവൻ കസ്റ്റംസിനെ നികുതി വെട്ടിച്ച് വരിക എന്നുള്ള പരിപൂർണ ബോധ്യം ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? നേരെ പിടിച്ച് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടെയാണ് ഈ സംശയങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ആമുഖമായിട്ട് പറയാനുള്ളത്.
എന്താണ് നിങ്ങൾ നേർക്ക് നേരെ ചോദിക്കുന്നത്? നേർക്ക് നേരെ ഉത്തരം പറയാം. കറക്റ്റായിട്ട് ചോദിച്ചാൽ കറക്റ്റായ ആൻസർ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആരോപണം ഉന്നയിച്ചതും മുഖ്യമന്ത്രി പരാതി കൊടുത്തത് പോലും മുഖ്യമന്ത്രി മാത്രം എന്താണ് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമായി മാറുന്നത്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ഞാനൊരു മിനിറ്റ് ചോദിച്ചതിന് ഉത്തരം പറയട്ടെ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല. എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പും കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CMനെ അങ്ങനെ വിശ്വസിപ്പിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CMനെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്. അല്ല, അത് വാസ്തവമാണ്. ഞാൻ പറയുന്ന ഒക്കെ പങ്കു ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയായിട്ടല്ലേ പി ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ പോവാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിൻ്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയുക, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ, അവൻ്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. എത്ര കേസിൽ ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു ഈ പോലീസ്. എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിന് കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ടുകൊടുത്തു. അപ്പം അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ, വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസിന് ചെയ്യാൻ പറ്റുന്നത്? അതെന്താ പി ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ ഉടക്കുന്നത്. അവിടെയാണ് ഞാൻ പി ശശിയായിട്ട് ഉടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല പോയത്, ഈ നാടിൻ്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ പറയുന്നവൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CMA ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയുക, ഒന്നെന്നെ തള്ളിത്തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ എത്തുന്നതോട് കൂടിയിട്ട് ചിത്രം അങ്ങോട്ട് മാറുക. അജിത് കുമാറിൻ്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുമ്പോൾ ഒറ്റുകൊടുത്തു. അത് കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട്, അവൻ അറിഞ്ഞു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നുണ്ട്, ഇവൻ വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന എൻ്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്.